പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് തന്നെ ആദ്യം ഇറാനെതിരെയുള്ള സൈനിക നടപടികൾ 3 ആഴ്ച കൂടി തുടരുമെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇപ്പോഴത്തെ നിലപാട്. യുദ്ധം US വിജയിച്ചു കഴിഞ്ഞുവെന്ന് ട്രംപ് ആവർത്തിക്കുന്ന പശ്ചാത്തലം ഏറെ പ്രധാനമാണ്. ഇറാനെ സൈനികമായി തകർത്തു, അവരുടെ സാമ്പത്തിക ശേഷി ഇല്ലാതാക്കി, അവരുടെ നേതാക്കളെ കൊലപ്പെടുത്തി. അമേരിക്കയുമായി ധാരണയിലെത്താൻ തയ്യാറായില്ലെങ്കിൽ ഇറാനെ ശിലായുഗത്തിന് സമാനമായ അവസ്ഥയിലെത്തിക്കുമെന്നാണ് ട്രംപിന്റെ വലിയ ഭീഷണി ഉണ്ടാകുന്ന പശ്ചാത്തലം ഒരുങ്ങുന്നത്. ഏതായാലും നമുക്കറിയാം, വലിയ കുറേ നാളുകളായി ട്രംപ് ഇത്തരം അവകാശവാദങ്ങൾ മുഴക്കുന്നുണ്ട്. പക്ഷേ ഇതിനോടൊക്കെ ഇറാൻ പുല്ലുവില കൽപ്പിച്ചുള്ള പ്രതികരണമാണ് നടത്തുന്നത് എന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഇന്നും സമാനമായി തന്നെ ട്രംപിന്റെ അവകാശവാദങ്ങൾ വരുന്നു. പക്ഷേ യുദ്ധം അവസാനിക്കില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വേണമെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറാണ് എന്നും തന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിലേക്കെല്ലാം എത്തിക്കഴിഞ്ഞു എന്നുമായിരുന്നു ട്രംപിന്റെ അവകാശവാദം. ഇപ്പോൾ പറയുന്നു ഇനി 3 ആഴ്ച കൂടി യുദ്ധം തുടരുമെന്ന്. കാർത്തിക്, എന്താണ് ട്രംപ് ഇങ്ങനെ ഓരോ ദിവസവും കാര്യങ്ങൾ മാറ്റി മാറ്റി പറയുന്നത് എന്നുള്ളതൊരു പക്ഷേ ലോകരാജ്യങ്ങൾക്ക് ആശങ്ക അല്ലെങ്കിൽ കൗതുകമുണ്ടാക്കിയേക്കാം. കാരണം നേരത്തെ പറയുന്നു ഇറാനെ പൂർണ്ണമായും തകർത്തു, ഇനി യുദ്ധത്തിന്റെ ആവശ്യമില്ല, നേതാക്കളെയൊക്കെ ഞങ്ങൾ ഉന്മൂലനം ചെയ്തു കഴിഞ്ഞുവെന്ന്. ഇപ്പോൾ പറയുന്നു യുദ്ധം ഇനി 3 ആഴ്ച കൂടി തുടരുമെന്ന്. ഏതായാലും ഹോർമുസുമായി ബന്ധപ്പെട്ട ലക്ഷ്യങ്ങൾ ട്രംപ് ഒഴിവാക്കി കഴിഞ്ഞു. ഇനി 3 ആഴ്ച എന്തിനു വേണ്ടി മാറ്റിവെക്കുമെന്നാണ് ട്രംപ് പറയുന്നത്. രഞ്ജിത്ത്, ഫെബ്രുവരി 28-ന് ഈ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ആദ്യമായി അമേരിക്കൻ ജനതയെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അഭിസംബോധന ചെയ്യുമ്പോൾ സ്വാഭാവികമായും ലോകം പ്രതീക്ഷിച്ചിരുന്ന പല കാര്യങ്ങളുമുണ്ട്. 34-ാം ദിവസം ട്രംപ് അമേരിക്കൻ ജനതയെ അഭിസംബോധന ചെയ്യുമ്പോൾ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് തുടർന്നുള്ള എന്ത് നടപടികൾ ട്രംപ് വിശദീകരിക്കും എന്നതായിരുന്നു. നേരത്തെ ലോകം കണക്ക് കൂട്ടിയിരുന്നത് ഘട്ടം ഘട്ടമായി ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങൾ, അതല്ലെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കാൻ ഘട്ടം ഘട്ടമായുള്ള പദ്ധതികൾ വ്യക്തമാക്കുന്ന ഒരു ടൈം ലൈൻ, അതുമല്ലെങ്കിൽ ഒരു കരയുദ്ധത്തിനുള്ള നീക്കം, അത് പരസ്യമായി ട്രംപ് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് പറയും. ഇതൊക്കെയാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അപ്പോഴും 20 മിനിറ്റ് നീണ്ട പ്രസംഗത്തിൽ ഉടനീളം ട്രംപ് ഇതുവരെ നടത്തിയ അവകാശവാദങ്ങളുടെ തനി ആവർത്തനമാണ് നടത്തിയത്. സ്വാഭാവികമായും അതുതന്നെയാണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയതും. ഈ യുദ്ധം ആരംഭിച്ചത് മുതൽ തന്നെ ഏറ്റവും വലിയ വിമർശനം, യുദ്ധം ആരംഭിച്ചതുപോലെ ഈ യുദ്ധത്തിന് ഒരു എക്സിറ്റ് പ്ലാൻ അമേരിക്കയുടെ കൈവശം ഇല്ലായിരുന്നു എന്നതാണ്. ട്രംപ് ഇപ്പോൾ അവകാശവാദമായി പറയുന്നത് ഇറാന്റെ സൈനിക ശേഷി ഇല്ലാതാക്കാൻ കഴിഞ്ഞു, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർക്കാൻ കഴിഞ്ഞു, അവരുടെ വ്യോമസേനയെ തകർക്കാനായി, നാവികസേനയെ തകർക്കാനായി, അതോടൊപ്പം തന്നെ മുതിർന്ന നേതാക്കളെ കൊലപ്പെടുത്താൻ കഴിഞ്ഞു. ഈ യുദ്ധത്തിൽ സൈനികമായി ലക്ഷ്യം വെച്ചതെല്ലാം നേടാൻ കഴിഞ്ഞു എന്ന് ട്രംപ് അവകാശപ്പെടുന്നു. പക്ഷേ അപ്പോഴും ഈ ട്രംപ് ഇത്തരത്തിൽ അവകാശവാദം ഉന്നയിച്ചതിന് തൊട്ടു പിന്നാലെയും ഇസ്രയേലിന് നേരെയും അതോടൊപ്പം തന്നെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് നേരെയുമുള്ള ആക്രമണങ്ങൾ കടുപ്പിക്കുകയാണ് ഇറാൻ. നിലവിലെ സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞത് 3 ആഴ്ചയ്ക്കുള്ളിൽ ഈ യുദ്ധം അവസാനിക്കും, US സൈന്യം ഇറാനിൽ നിന്ന് പിൻവാങ്ങുമെന്നാണ് പറഞ്ഞത്. പക്ഷേ അതിനോടൊപ്പം അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും ടെഹ്റാൻ നിഷേധിക്കുകയാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. ഒന്ന്, ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ഒരു കരാറിനായി ഇറാന്റെ നേതാക്കൾ നിരന്തരം ആവശ്യപ്പെടുന്നു എന്ന് ഒരു അവകാശവാദം ട്രംപ് ഉന്നയിച്ചിരുന്നു. പക്ഷേ ഇറാൻ നേതൃത്വം ഇത് പൂർണ്ണമായി തള്ളുകയാണ്. ഇത്തരത്തിൽ യാതൊരു അവകാശവാദവും ഉന്നയിച്ചിട്ടില്ലെന്നും ഈ പോരാട്ടം ശക്തമായി തുടരുക തന്നെ ചെയ്യുമെന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയം അടക്കം പരസ്യ പ്രതികരണങ്ങളിലൂടെ വ്യക്തമാക്കുന്നു. അതായത് നിലവിലുള്ള പിരിമുറുക്കങ്ങൾ കൂടുതൽ രൂക്ഷമാകുന്ന സാഹചര്യങ്ങളിലേക്കാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള പ്രസംഗത്തിന് ശേഷവും ഉള്ള സാഹചര്യം. ക്രൂഡ് ഓയിൽ വില ഉയരുന്നു, അതോടൊപ്പം തന്നെ മറ്റു പ്രതിസന്ധികൾ അത് നേരത്തെ നിലനിന്നിരുന്ന പോലെ തന്നെ തുടരുകയും ചെയ്യുന്നു. എന്തായാലും ട്രംപ് അഭിസംബോധന ചെയ്യുമ്പോൾ ലോകം പ്രതീക്ഷിച്ച കാര്യങ്ങളൊന്നുമല്ല അദ്ദേഹം പറഞ്ഞത്. മറിച്ച് ഇതുവരെ അദ്ദേഹം എന്തൊക്കെയാണോ പറഞ്ഞുകൊണ്ടിരുന്നത്, അതായത് കഴിഞ്ഞ 24 ദിവസങ്ങളിൽ പല ഘട്ടങ്ങളിലും പരസ്പര വിരുദ്ധമായ അവകാശവാദങ്ങളാണ് ഉന്നയിച്ചത്. ആ അവകാശവാദങ്ങൾ തന്നെയാണ് ഇപ്പോഴും ട്രംപ് ആവർത്തിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം. അതാണ്. പക്ഷേ അതിന് മറുപടിയായി ഇറാന്റെ പ്രസ്താവനയും ഇതുമായി ബന്ധപ്പെട്ട് ഇറാന്റെ പ്രതികരണം വന്ന പശ്ചാത്തലം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ട്രംപിന്റെ പ്രസ്താവനകൾക്ക് പിന്നാലെ കടുത്ത പ്രത്യാക്രമണ ഭീഷണിയാണ് ഇറാൻ സൈന്യത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളത് ഏറെ നിർണായകമാണ്. ഇറാൻ സൈന്യം യുദ്ധം അവസാനിക്കാറായി എന്ന ട്രംപിന്റെ അവകാശവാദങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുന്ന പശ്ചാത്തലം ഏറ്റവും നിർണായകം തന്നെയാണ്. ഇറാന്റെ സൈനിക വക്താവ് ഇക്കാര്യം പറയുകയും ചെയ്തു. അമേരിക്കയും ഇസ്രായേലും പൂർണ്ണമായി കീഴടങ്ങുന്നത് വരെ പോരാട്ടം തുടരുമെന്നാണ് ഇറാൻ വ്യക്തമാക്കുന്ന പശ്ചാത്തലം ഉണ്ടായിരിക്കുന്നത്. ഇറാന്റെ ഔദ്യോഗിക മാധ്യമമായ
IB വഴിയാണ് സൈനിക ആസ്ഥാനത്ത് നിന്നുള്ള ഈ പ്രസ്താവന പുറത്തുവിട്ടത്. നമുക്കതിൻ്റെ ആ കൃത്യമായ ഗ്രാഫിക്സ് കൂടി ഒന്ന് കാണിച്ചാൽ പ്രേക്ഷകർക്ക് അത് വ്യക്തമാകും. ബുധനാഴ്ച വൈകുന്നേരമാണ്, ഇന്നലെയാണ് ട്രംപ് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രസ്താവനകൾ നടത്തുന്ന പശ്ചാത്തലം ഉണ്ടായത്. ഇറാനെ ശിലായുഗത്തിലേക്കും മറ്റും മടക്കിക്കൊണ്ടു പോകുമെന്നായിരുന്നു ട്രംപിൻ്റെ പ്രസ്താവന ഉണ്ടായത്. പക്ഷേ ഇതിന് വളരെ കൃത്യമായ തിരിച്ചടിയാണ്. തങ്ങൾ ഇതുവരെ നൽകിയതിനേക്കാൾ ഭീകരമായ പ്രഹരങ്ങൾ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും, പ്രതീക്ഷിക്കണമെന്നാണ് ഇപ്പോൾ ഇറാന്റെ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും തകർച്ച അപമാനകരവും നിത്യമായ ഖേദത്തിനിടയാക്കുന്നതുമായിരിക്കുമെന്നാണ് സൈനിക വക്താവ് കൂട്ടിച്ചേർത്തിരിക്കുന്നത്. അതേസമയം ഇറാന്റെ സൈന്യം ദുർബലമാണ് എന്ന് പറഞ്ഞതിനെ പരിഹസിക്കുന്ന പശ്ചാത്തലം ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ്. അത് അമേരിക്ക ലക്ഷ്യം വെച്ച കേന്ദ്രങ്ങൾ നിസ്സാരമാണെന്നും ഇറാന്റെ പ്രധാന സൈനിക ഉൽപ്പാദന കേന്ദ്രങ്ങൾ ഇപ്പോഴും ശത്രുക്കൾക്ക് അപ്രാപ്യമാണെന്നും ഇറാൻ പറയുന്ന സാഹചര്യം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. ഇത് വളരെ പ്രധാനമാണ് കാർത്തിക്. കാരണം അമേരിക്ക പറയുന്നത് ഇറാനെ പൂർണ്ണമായി നശിപ്പിച്ചു, അവരുടെ നാവിക ശേഷി നശിപ്പിച്ചു, അവരുടെ സൈനിക ശേഷി പൂർണ്ണമായി ഇല്ലാതാക്കിയെന്നാണ്. അവിടെയാണ് ഇത്തരത്തിൽ ഇറാന്റെ മറുപടി വരുന്നത്. തീർച്ചയായിട്ടും രഞ്ജിത്ത്, അമേരിക്ക എത്ര ശക്തമായി തിരിച്ചടിച്ചു അതിൻ്റെ ഇരട്ടിയിലധികം ശക്തിയോടുകൂടി തിരിച്ചടിക്കും പ്രത്യാക്രമണ ഭീഷണി തന്നെയാണ് ഇറാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. അമേരിക്കയും ഇസ്രയേലും അവർ പൂർണ്ണമായി കീഴടങ്ങുന്നതുവരെ ഈ യുദ്ധം തുടരും എന്ന് ഇറാൻ പറഞ്ഞു വയ്ക്കുമ്പോൾ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും ഇല്ല എന്ന സൂചനകൾ തന്നെയാണ് ഇറാൻ നൽകുന്നത്. അതായത് നയതന്ത്ര ചർച്ചകൾ ഒരു വശത്ത് സജീവമായി തുടരുമ്പോഴും മറുവശത്ത് ഈ ആക്രമണം, അതായത് അമേരിക്ക ഇസ്രയേൽ സംയുക്തമായി നടത്തുന്ന ഈ ആക്രമണം അത് എത്രത്തോളം രൂക്ഷമായി തുടരുന്നു, അതേ തീവ്രതയോടെ തന്നെ നേരത്തെ നിശ്ചയിച്ചിട്ടുള്ളതുപോലെ യു എസിൻ്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ, അതായത് മിഡിൽ ഈസ്റ്റിലെ US സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം തുടരും എന്ന മുന്നറിയിപ്പ് തന്നെയാണ് അവർ നൽകുന്നത്. ഏത് ആക്രമണവും നേരിടാൻ സജ്ജം എന്നാണ് അവരുടെ ആർമി കമാൻഡർ ഇൻ ചീഫ് അമീർ ഹത്താമി പ്രതികരണത്തിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നതും. ഇറാൻ സൈന്യം ദുർബലമായെന്ന ട്രംപ് ഇന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നു. ആ അവകാശവാദം പൂർണ്ണമായും തള്ളുകയാണ് ഇറാൻ എന്നതും ശ്രദ്ധേയമാണ്. തങ്ങളുടെ തന്ത്രപ്രധാനമായ സൈനിക ശേഷിയെക്കുറിച്ച് അമേരിക്കയ്ക്ക് യാതൊരു ധാരണയുമില്ല എന്നൊരു പരിഹാസം കൂടി ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അത് നമ്മൾ നേരത്തെ ട്രംപ് ഉന്നയിച്ച അവകാശവാദങ്ങൾ, അതായത് ഈ യുദ്ധത്തിൽ അമേരിക്ക ലക്ഷ്യം വെച്ച ഇതെല്ലാം നേടി എന്ന് അമേരിക്ക പറയുമ്പോൾ ഇറാൻ്റെ നാവികസേനയെ തകർത്തു, അതോടൊപ്പം തന്നെ വ്യോമശേഷിയെ തകർക്കാൻ കഴിഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ തന്നെ 2000 കിലോമീറ്റർ അപ്പുറത്തുള്ള ഇസ്രയേലിന് നേരെ ഇപ്പോഴും മിസൈൽ ആക്രമണം ശക്തമായി തുടരുകയാണ് ഇറാൻ. മറ്റൊന്ന്, ഇറാന്റെ നാവികശേഷി തകർത്തു എന്ന് അവകാശപ്പെടുമ്പോഴും ഹോർമൂസ് കടലിടുക്കിൽ ഇപ്പോഴും നിസ്സഹായമായി നിൽക്കുകയാണ് അമേരിക്ക എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ്. ഈ ഹോർമൂസ് കടലിടുക്കിൻ്റെ കാര്യത്തിൽ കൂടി ട്രംപിൻ്റെ ഇന്നത്തെ പ്രഖ്യാപനം, അതായത് ഇന്ന് അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്തപ്പോൾ പറഞ്ഞത് അത് എടുത്തു വായിക്കേണ്ടതാണ്. കാരണം ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇനി അമേരിക്കയുടെ പ്രശ്നമല്ല എന്ന് ട്രംപ് പറയുമ്പോൾ അത് നാറ്റോയ്ക്കടക്കമുള്ള സന്ദേശമാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. കാരണം ഈ ഹോർമൂസ് കടലിടുക്ക് പിടിച്ചെടുക്കാനും അവിടുത്തെ നിയന്ത്രണം ഏറ്റെടുക്കാനുമായി പല ഘട്ടങ്ങളിലും സജീവമായ ശ്രമങ്ങൾ US-ൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇതിനായി ബ്രിട്ടൻ്റെ അടക്കം സഹായങ്ങൾ ഈ യുദ്ധം ആരംഭിച്ച ശേഷം പല ഘട്ടങ്ങളിലും അമേരിക്ക പരസ്യമായി ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ നാറ്റോ രാജ്യങ്ങളൊന്നും തന്നെ ഈ യുദ്ധത്തിൻ്റെ ഭാഗമാകാൻ തയ്യാറായില്ല. അമേരിക്കയുടെ ഏറ്റവും വലിയ അടുപ്പമുള്ള രാജ്യം എന്ന് വിശേഷിപ്പിക്കുന്ന ബ്രിട്ടൻ ആകട്ടെ പല ഘട്ടങ്ങളിലായി ഈ ആവശ്യം ഉയർന്നെങ്കിലും നേരിട്ട് ഈ യുദ്ധത്തിൽ അമേരിക്കയുടെ ഭാഗമാകാൻ ഇല്ല എന്ന് വ്യക്തമാക്കുകയാണ് ചെയ്തത്. ഇത് അമേരിക്ക പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യമല്ല. സ്വാഭാവികമായും നാറ്റോയുമായുള്ള ബന്ധത്തിൽ ഒരു പുനർവിചിന്തനം ആവശ്യമാണ് എന്നതടക്കമുള്ള അമേരിക്കൻ പ്രസിഡന്റിൻ്റെ പ്രതികരണങ്ങൾ അത് വരും കാലങ്ങളിൽ, അതായത് ഈ യുദ്ധം അവസാനിപ്പിച്ചാലും ശേഷവും, ഒരുപക്ഷേ യുദ്ധം അവസാനിച്ചാലും അതിനുശേഷവും നാറ്റോ രാജ്യങ്ങളുമായി അമേരിക്കയ്ക്കുള്ള ബന്ധം അത് നിലവിലുള്ളതുപോലെ മുന്നോട്ട് പോകില്ല എന്ന വ്യക്തമായ സൂചനയാണ് ആ വാക്കുകളിൽ ഉള്ളത്. കാരണം നാറ്റോ രാജ്യങ്ങളൊന്നും തന്നെ, അതായത് യൂറോപ്യൻ രാജ്യങ്ങളൊന്നും തന്നെ സൈനികമായി അമേരിക്കയെ പിന്തുണയ്ക്കാൻ ഈ യുദ്ധത്തിൽ അമേരിക്കയ്ക്കൊപ്പം ചേർന്ന് ഇറാനെ ആക്രമിക്കാൻ ഒരു ഘട്ടത്തിലും അവർ തയ്യാറായില്ല. നേരെ മറിച്ച് ഒരു ഘട്ടത്തിൽ സൈപ്രസിലടക്കം നടന്ന ആക്രമണങ്ങളിൽ ഫ്രാൻസ് അടക്കമുള്ള രാജ്യങ്ങൾ ശക്തമായി അപലപിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തിരുന്നു. പക്ഷേ അമേരിക്ക ഇസ്രായേലുമായി ചേർന്ന് നടത്തുന്ന ഈ യുദ്ധത്തിന്റെ ഭാഗമാകാൻ ഒരു ഘട്ടത്തിലും നാറ്റോ തയ്യാറായില്ല. തീർച്ചയായും. ഒപ്പം